A warm welcome to another beautiful episode of Kanandesham Season 2. Not all of us can do the great things, but we can do the small things with great love. നമുക്കെല്ലാവർക്കും വലിയ വലിയ കാര്യങ്ങൾ ഒരിക്കലും ഒരുപോലെ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടു കൂടി ചെയ്യാൻ സാധിക്കും. ഇത് മദർ തെരേസയുടെ വാക്കുകളാണ്. നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ചെറിയ കാര്യങ്ങൾക്ക് ഉദാഹരണമായി പറയുന്നത്, സപ്പോസ് നമ്മുടെ കൂടെ ചെയ്യുന്ന ഒരു കോവർക്കർ, അവരോട് മോർണിംഗ് വരുമ്പോൾ അവരൊന്ന് വിഷ് ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് മാതാപിതാക്കളെ ഒന്ന് ഹഗ് ചെയ്യുക, അല്ലെങ്കിൽ സ്നേഹത്തോടെ 2 വാക്കുകൾ പറയാം. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ചെറിയ നന്മകളാണ്. ഇത്തരത്തിലുള്ള നന്മകൾ ചെയ്യാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കനാൻദേശം സീസൺ 2 മറ്റൊരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. അതിനു മുൻപായി വെൽക്കം ചെയ്യുന്നു അവർ ക്വിസ് മാസ്റ്റർ ഡോക്ടർ ഡൊണാൾഡ്. അറിവാണ് സമൃദ്ധി, ബൈബിളാണ് അറിവ്. കനാൻദേശം സീസൺ 2 ബൈബിൾ റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. അറിവിന്റെ വചനങ്ങളുടെ ആഴം തേടിയുള്ള കാനാൻദേശം സീസൺ 2 യാത്ര തുടരുകയാണ്. ഒത്തിരി സ്നേഹത്തോടെ വെൽക്കം ചെയ്യാം നമ്മുടെ ഇന്നത്തെ കണ്ടസ്റ്റന്റ് മറിയം ജോസഫ് ഫ്രം പൊൻകുന്നം. പൊൻകുന്നത്ത് നിന്ന് വന്നിരിക്കുന്ന മറിയം ജോസഫാണ് ഇന്നത്തെ നമ്മുടെ കണ്ടസ്റ്റന്റ്. ഒരു SSLC വിദ്യാർത്ഥിനിയാണ്. മറിയത്തെ പരിചയപ്പെടാം, മറിയത്തിന്റെ വിശേഷങ്ങൾ അറിയാം. കാനാൻദേശത്തിന്റെ ഈ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. മറിയം, ഈ പേര് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഇഷ്ടമാണ് ഈ പേരിനോട്, അല്ലേ? അതെ, എല്ലാവർക്കും. മറിയത്തിന് മാത്രമല്ല. എന്താ കാരണം? ഇത് മാതാവിന്റെ പേരാണ്, നമ്മുടെ പരിശുദ്ധ അമ്മയുടെ പേര്, അല്ലേ? മറിയം അച്ഛനും അമ്മയും അറിഞ്ഞിട്ട പേരാണ്, അല്ലേ? ഈ പേര് ആദ്യം നമുക്ക് പുതിയ മോഡേൺ കുട്ടികൾക്കൊന്നും സാധാരണഗതിയിൽ ഇങ്ങനത്തെയുള്ള പേര് കേൾക്കുമ്പോ അത്ര രസിക്കാറില്ല. മോക്ക് ഇത് ഇഷ്ടമാണോ? അത് എനിക്കിഷ്ടം. ഒരു പ്രായമായി, ഇപ്പൊ 10ാം ക്ലാസ് ആയപ്പോഴും ഈ പേരിനെ മോൾ ഇഷ്ടപ്പെടുന്നു. ഗുഡ്. അപ്പോൾ കാനാൻദേശത്തിന്റെ ഈ ഗോൾഡൻ സീറ്റിൽ മോൾ വന്നിരിക്കുകയാണ്. SSLC എക്സാം എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികളെ കഴിഞ്ഞ് കൂടുതൽ മാതാപിതാക്കൾക്ക് ഏറ്റവും ആദ്യ കയറുന്ന ഒരു സമയമാണ്. പഠിക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് ഈ കാനാൻദേശത്തിന്റെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ മോള് കാണിച്ച ഈ ധൈര്യമാണോ അതൊരു ആത്മവിശ്വാസമാണോ? ആത്മവിശ്വാസമാണ്. കാരണം ദൈവത്തിന് വേണ്ടി കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കുന്നു. അപ്പോൾ നമ്മുടെ പഠനത്തിൽ അത് സഹായമാകും എന്നൊരു തോന്നലുണ്ടോ? തീർച്ചയായിട്ടും മോളുടെ ആ ആത്മവിശ്വാസത്തെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. നമുക്ക് ആദ്യത്തെ റൗണ്ടിലേക്ക് പോകാം. കാനാൻദേശം സീസൺ 2 ദ വെരി ഫസ്റ്റ് റൗണ്ട്, സിൽവർ റൗണ്ട്. മറിയം, കാനാൻദേശം സീസൺ 2 മറ്റ് എപ്പിസോഡുകൾ കണ്ടിരുന്നു? സിൽവർ റൗണ്ടിനെ പറ്റി അറിയാം. എങ്കിലും പുതിയ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയാം. 4 ചോദ്യങ്ങൾ, 4 ചോദ്യത്തിനും ഓപ്ഷൻസ് ഉണ്ടാവും. ഓരോ ചോദ്യത്തിനും 10 പോയിന്റ്സ് വീതം. ആദ്യത്തെ 2 ചോദ്യം അടുത്ത് തെറ്റാവുകയാണെങ്കിൽ 10 പോയിന്റ്സ് മൈനസ് ആവും. മറിച്ച് 4 ചോദ്യവും റൈറ്റ് ആൻസർ ആണെങ്കിൽ 10 പോയിന്റ്സ് ബോണസ് പോയിന്റ്. അങ്ങനെ ടോട്ടൽ 50 പോയിന്റ്സ്. റെഡിയല്ലേ? പോകാം. കാനാൻദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ മറിയം ജോസഫിനുള്ള ആദ്യത്തെ ചോദ്യം. പെട്ടകം പണിയാൻ ഏത് മരം ഉപയോഗിക്കണമെന്നാണ് ദൈവം നോഹയോട് കൽപ്പിച്ചത്? ശ്രദ്ധിക്കാം. പെട്ടകം പണിയാൻ ഏത് മരം ഉപയോഗിക്കണമെന്നാണ് ദൈവം നോഹയോട് കൽപ്പിച്ചത്? ഓപ്ഷൻ എ കരുവേല മരം, ഓപ്ഷൻ ബി അത്തിമരം, ഓപ്ഷൻ സി ഗോഫേർ മരം ആൻഡ് ഓപ്ഷൻ ഡി ഒലിവ് മരം. ഏത് മരം ഉപയോഗിക്കണമെന്നാണ് ദൈവം നോഹയോട് കൽപ്പിച്ചത്? ഓപ്ഷൻ എ കരുവേല മരം. ഓപ്ഷൻ എ
കരുവേല മരം. ഉറപ്പാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓപ്ഷൻ സി ഗോഫേർ മരം. ഓപ്ഷൻ സി ഗോഫേർ മരം. ഉറപ്പാണോ? ലോക്ക് ചെയ്തോട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ സി ഗോഫേർ മരം. ഞാൻ പറഞ്ഞതുകൊണ്ടാണോ വീണ്ടും ഓപ്ഷൻ മാറിയത്? അതോ ഇപ്പോഴും കരുവേല മരം തന്നെയാണോ മനസ്സിൽ? അല്ല, ഗോഫേർ മരം. ചോദിക്കാം കമ്പ്യൂട്ടറിനോട്. കമ്പ്യൂട്ടർ പ്ലീസ്. ഗോഫേർ മരം. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഉൽപ്പത്തി 6:14 ഈ ഭാഗം പറയുന്നത് അല്ലേ? അതെ. വായിച്ചിട്ടുണ്ടല്ലോ ആ ഭാഗം അല്ലേ? വായിച്ചിട്ടുണ്ട്. നോഹയുടെ പെട്ടകം പണിയാനുള്ള ഒരു സാഹചര്യം, ദൈവം മനുഷ്യരാശിയെ സൃഷ്ടിച്ചതിൽ പരിതപിക്കുന്ന ഒരവസരം, അത്രമാത്രം അധർമ്മവും അനീതിയും ഒക്കെ വർദ്ധിച്ചു വന്നിരുന്ന ഒരു കാലഘട്ടം. ഇപ്പോൾ രാവിലെ നമ്മൾ പത്രമെടുത്ത് വായിക്കുകയാണെങ്കിൽ അതുപോലെ ഒരു കാലഘട്ടത്തിലാണോ നമ്മൾ ജീവിക്കുന്നതെന്ന് ചിലപ്പോഴെങ്കിലും തോന്നിപ്പോയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. കൊച്ചു പ്രായമാണ് എങ്കിൽ പോലും പേപ്പർ വായിക്കാറുണ്ടോ? പേപ്പർ വായിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കേണ്ടായിരുന്നു എന്നൊക്കെ തോന്നാറുണ്ടോ ശരിക്കും? ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന അനീതികളും അക്രമങ്ങളും നിറഞ്ഞ ഒരു നാട്ടിൽ, ഒരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെയുള്ള ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ആദ്യം തോന്നാറുണ്ടോ മനസ്സിൽ? തോന്നാറുണ്ട്. അതിനെന്താണ് നിങ്ങളുടെ മനസ്സിൽ പേരന്റ്സും നിങ്ങളും തമ്മിലോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് സ്കൂളിൽ അതിനുവേണ്ടിയുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും പേരന്റ്സുമായിട്ട് എല്ലാം ഷെയർ ചെയ്യണം. സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്യണം. പിന്നെ ഷെയർ ചെയ്യാറുണ്ടോ? ഷെയർ ചെയ്യാറുണ്ട്. അതായത് പലപ്പോഴും ഞാൻ എന്റെ വൈഫ് ഒരു ചൈൽഡ് ലൈനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കുറെ അനുഭവങ്ങൾ കേട്ട് എനിക്ക് പറയാൻ പറ്റും. പലപ്പോഴും ഇങ്ങനെയുള്ള ഭീഷണികളിൽ പെടുത്തുന്നത് നിങ്ങളുടെ പേരന്റ്സിനെ കൊന്നുകളയും, അല്ലെങ്കിൽ പേരന്റ്സിനെ ഉപദ്രവിക്കും. ഈ കാര്യം പേരന്റ്സ് അറിഞ്ഞാൽ അവരുടെ ജീവൻ ആപത്താണ് എന്ന് പറഞ്ഞിട്ടാണ് ഭൂരിപക്ഷം നടക്കുന്ന ഇങ്ങനെയുള്ള ട്രാഫിക്കിംഗ് പ്രശ്നങ്ങളെല്ലാം നടക്കാറ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പം എല്ലാ പിള്ളേരും ചഞ്ചലരായി പോകും. കാരണം എന്റെ പേരന്റ്സ്, എന്റെ പപ്പയാണ് അല്ലെ എന്റെ മമ്മിയാണ് കൊല്ലുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അവർക്കൊന്നും സംഭവിക്കാൻ പാടില്ല എന്നുള്ള ആ ചെറിയ മനസ്സിന്റെ ഭീതി. പക്ഷെ അവർക്ക് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റൂ. ആ ഒരു ഭീതിയിൽ നിന്ന് കരകയറാൻ നമുക്ക് പറ്റണം. അവരെ അറിയിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തണം. എന്ത് വന്നാലും, ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും എനിക്ക് എന്റെ അപ്പന്റെ അമ്മയുടെയോ അടുത്തേക്ക് ഓടിച്ചെല്ലാൻ പറ്റും എന്ന് നമുക്ക് തോന്നുന്ന വിശ്വാസവും, നമുക്ക് അങ്ങനെ ഒരു വിശ്വാസം തരാൻ നമ്മുടെ പേരന്റ്സിന് പറ്റുകയും ചെയ്താൽ, അതാണ് ഈ പ്രായത്തിലും ഈ ലോകത്തിലും ഇന്ന് ഏറ്റവും അധികം ആവശ്യമുള്ളത് അല്ലേ? തീർച്ചയായിട്ടും മോളും മോളുടെ കൂട്ടുകാരും എല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. അത് നമ്മൾ വായിച്ച് വെറുതെ മറന്നു കളയാനുള്ളതല്ല. എങ്ങനെ ഇതിനെ ടാക്കിൾ ചെയ്യാം, എങ്ങനെ ഞങ്ങൾക്ക് ഇതിന് രക്ഷപ്പെടാം, ഈ ലോകത്ത് ഞങ്ങൾക്ക് ജീവിക്കണം ധൈര്യമായിട്ട്. അപ്പൊ അങ്ങനെയുള്ള സംസാരങ്ങൾ ഉണ്ടാവണം. ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം, വീണ്ടും വരാം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതിനു മുമ്പ് മോളുടെ ആദ്യത്തെ ചോദ്യം കഴിഞ്ഞിരിക്കുന്നു. സ്കോർ എത്രയാണെന്ന് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. സിൽവർ റൗണ്ടിലെ ദ വെരി ഫസ്റ്റ് ക്വസ്റ്റിന് മറിയം ജോസഫിന് ലഭിക്കുന്നു 10 points. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ മറിയം ജോസഫിനുള്ള രണ്ടാമത്തെ ചോദ്യം. ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു, യേശുവിനെ കുറിച്ച് ഇങ്ങനെ സാക്ഷ്യം നൽകിയത് ആരാണ്? ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു, യേശുവിനെ കുറിച്ച് ഇങ്ങനെ സാക്ഷ്യം നൽകിയത് ആരാണ്? ഓപ്ഷൻ എ സമരിയക്കാരി, ഓപ്ഷൻ ബി രാജസേവകൻ, ഓപ്ഷൻ സി നഥാനിയേൽ ആൻഡ് ഓപ്ഷൻ ഡി സ്നാപക യോഹന്നാൻ. ആരാണ് യേശുവിനെ കുറിച്ച് ഇങ്ങനെ സാക്ഷ്യം നൽകിയത്? ആലോചിക്കാം. പറഞ്ഞോളൂ. ഓപ്ഷൻ എ സമരിയക്കാരി. ഓപ്ഷൻ എ സമരിയക്കാരി. ലോക്ക് ചെയ്യട്ടെ? കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ എ സമരിയക്കാരി.
ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു മുഖത്ത്, പിന്നെ ഇതിൽ തന്നെ ഉറപ്പിച്ചു. വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് മനസ്സിൽ വരുന്നുണ്ടോ? നമുക്ക് ഒരു ഓപ്ഷൻ ഏതായാലും നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു, ലോക്ക് ചെയ്ത് കഴിഞ്ഞു. വേറെ ഏതെങ്കിലും മനസ്സിൽ വരുന്നുണ്ടോ? രാജസേവകനാണോ എന്നൊരു ചെറിയ ഡൗട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം. കമ്പ്യൂട്ടർ പ്ലീസ്. സമരിയാക്കാരി ഈസ് ദ റൈറ്റ് ആൻസർ. ആദ്യത്തെ ആൻസർ തന്നെ കറക്റ്റ് ആയിരുന്നു. യോഹന്നാൻ 4:39 ഈ ഭാഗം പറയുന്നത്. അറിയാലോ അല്ലേ സമരിയാക്കാരിയുടെ കഥയൊക്കെ? അപ്പോൾ നമുക്ക് മറിയത്തിന്റെ സ്കോർ അറിയണ്ടേ? സ്കോറിലേക്ക് ഒന്ന് പോകാം. സ്കോർ ബാങ്കിൽ ഷാലറ്റ് പ്ലീസ്. And for the second question in the silver round, Mariam Joseph, you are getting 10 points. മറിയം, മറിയത്തിന്റെ വീട്ടുകാരെ പറ്റി നമുക്കൊന്നറിയാം, ഫാമിലിയെ പറ്റി ഒന്നറിയാം. ആരൊക്കെയുണ്ട് വീട്ടിൽ? എന്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ചേട്ടൻ, അനിയൻ. അച്ഛൻ, അമ്മ, ചേട്ടൻ, അനിയൻ. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ ദുബായിലാണ്, ടെക്നിക്കൽ സൂപ്പർവൈസർ ആണ്. അദ്ദേഹത്തിന്റെ പേര്? ജോസഫ് എബ്രഹാം. ജോസഫ് എബ്രഹാം. ഓക്കെ. അമ്മ? അമ്മ ഹൗസ് വൈഫ് ആണ്. അമ്മയുടെ പേര് മിനി ജോസഫ്. മിനി ജോസഫ്. ആൻഡ് ബ്രദർ? ചേട്ടൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. അനിയൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവരൊക്കെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. കൂടെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? പരിചയപ്പെടാം. ഓക്കെ. എന്റെ പേര് മിനി. മറിയത്തിന്റെ പ്രിയപ്പെട്ട അമ്മ അല്ലേ? കൂടെ വന്നിരിക്കുന്നത് വേറെ ആരാണ്? എന്റെ അനുജത്തി. അനുജത്തിയുണ്ട്. മകൻ, രണ്ടാമത്തെ മകൻ. ഒന്ന് കൊടുക്കൂ, മകന്റെ കയ്യിൽ കൊടുക്കൂ. എന്റെ പേര് എബ്രഹാം ജോസഫ്. എബ്രഹാം. ഞാൻ ബിടെക് ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. മറിയത്തിന്റെ ബ്രദറാണ്? ഹലോ ബ്രദർ. ഓക്കെ. ബിടെക് ഫൈനൽ എവിടെയാണ്? ഞാൻ കൊച്ചിൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി, വളാഞ്ചേരിയിലാണ് കോളേജ്. ഓക്കെ. എന്റെ പേര് ദീപ. ഞാൻ മറിയത്തിന്റെ അമ്മയുടെ അനിയത്തിയാണ്. ഞാനും എന്റെ മകനും കൂടെയാണ് അവളെ സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്. സ്ട്രോങ് സപ്പോർട്ട് മറിയത്തിന്. ദീപ എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. മോന് 7ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. അവന് ഡെഫാണ്. സ്പെഷ്യൽ സ്കൂളിലാണ് പഠിക്കുന്നത്. സ്പെഷ്യൽ സ്കൂളിലാണ്. വളരെ സ്മാർട്ടാണ് മോൻ. അതെ. സാധാരണ അങ്ങനെയുള്ള കുട്ടികൾക്ക് വളരെയധികം എന്താ പറയാ, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ടാലന്റ് ഉണ്ടാവും പറയും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അവൻ ബ്രില്യന്റ് ആണോ പഠനത്തിൽ? പഠനത്തിൽ അത്ര ബ്രില്യന്റ് അല്ല, എന്നാൽ മറ്റുള്ള എല്ലാ കാര്യത്തിലും അവൻ ബ്രില്യന്റ് ആണ്. അത് കണ്ടെത്തണം. അങ്ങനെ ഏതെങ്കിലും ഒന്നിൽ അവൻ വളരെയധികം ടാലന്റ് ദൈവം കൊടുത്തിട്ടുണ്ടാവും. എനിക്ക് ദൈവം തന്ന മകനാണ്. അതെ, അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ദൈവം തന്ന മകനാണ്. ഇങ്ങനെയുള്ളവർക്ക് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ടാലന്റ് ദൈവം കൊടുക്കാറുണ്ട്. നമുക്ക് അങ്ങനെ കണ്ടിട്ടുണ്ട് ഒത്തിരി. ശ്രദ്ധിക്കണം. അതാ ഞാൻ പറഞ്ഞത്. മോന്റെ പേരെങ്ങനെയാണ്? മാത്യു എന്നാണ് അവന്റെ പേര്. മാത്യു. അടുത്തയാള്? എന്റെ പേര് ആന്റണി ജോസഫ്. ഞാൻ എന്റെ ചേച്ചിയാണ്. ചേച്ചിയുടെ അനിയനാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ. ഏത് ക്ലാസ്സിൽ? 8ാം ക്ലാസ്സിൽ. ഓക്കെ. അപ്പൊ എല്ലാരെയും പരിചയപ്പെട്ടതിൽ സന്തോഷം. മറിയത്തിന് സ്ട്രോങ് സപ്പോർട്ട്. അവരുടെ സപ്പോർട്ടോടെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? റെഡിയല്ലേ? റെഡിയാ. കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ മറിയം ജോസഫിനുള്ള 3ാമത്തെ ചോദ്യം. വൃദ്ധനായ ദാവീദ് രാജാവിനെ പരിചരിക്കാൻ വന്ന ശൂനാംകാരിയായ യുവതിയുടെ പേരെന്ത്? വൃദ്ധനായ ദാവീദ് രാജാവിനെ പരിചരിക്കാൻ വന്ന ശൂനാംകാരിയായ യുവതിയുടെ പേരെന്ത്? ഓപ്ഷൻ എ ബത്ശേബ, ഓപ്ഷൻ ബി അഭിഷാക്, ഓപ്ഷൻ സി തമാർ ആൻഡ് ഓപ്ഷൻ ഡി മിഖാൽ. ആരാണ് വൃദ്ധനായ ദാവീദ് രാജാവിനെ പരിചരിക്കാൻ വന്നത്? ടെൻഷൻ അടിക്കണ്ട, ആലോചിക്കാം. ഓപ്ഷൻസ് ഉണ്ട്. വായിച്ചതായിട്ട് ഓർമ്മയുണ്ടോ? പറഞ്ഞു നോക്കൂ. ഓപ്ഷൻ ബി അഭിഷാക്. ഓപ്ഷൻ ബി അഭിഷാക്. ലോക്ക് ചെയ്യട്ടെ? ലോക്ക് ചെയ്യാം. ഗസ് ആണല്ലേ? യെസ്. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ ബി അഭിഷാക്. എന്താണ് അഭിഷാകിലേക്ക് വരാൻ? എക്സാമിന് വരുന്ന പോലെ ഒരു കറക്കിക്കുത്ത്. അതെ അല്ലേ? അതെ. അപ്പോൾ മറിയത്തിന്റെ കൂടെ ഭാഗ്യമുണ്ടോ എന്ന് നമുക്കിപ്പോ അറിയാം. കാനാൻ ദേശം സീസൺ 2 ഈ എപ്പിസോഡിൽ ചോദിക്കാം കമ്പ്യൂട്ടറിനോട്. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ ബി അഭിഷാക് റൈറ്റ് ആൻസർ. കൂടെ ഭാഗ്യമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ലക്കുണ്ട്. ലക്ക്, ഭാഗ്യം എന്ന് പറഞ്ഞാൽ
ദൈവത്തിന്റെ ഒരു അനുഗ്രഹം. ദൈവാനുഗ്രഹം ഉണ്ട് അല്ലേ? അതുകൊണ്ടാണ് ആ കറക്കിക്കുത്തിൽ കറക്റ്റ് ആൻസറിലേക്ക് തോന്നുന്നില്ലേ? അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് മറിയത്തിന്റെ സ്കോർ അറിയാൻ ആഗ്രഹമില്ലേ? ചോദിക്കാം പോയിന്റ് ബാങ്കിൽ. ഷാലറ്റ് പ്ലീസ്. അഗെയിൻ സിൽവർ റൗണ്ടിലെ തേർഡ് ക്വസ്റ്റിന് മറിയം ജോസഫിന് ലഭിക്കുന്നു 10 പോയിന്റ്സ്. മറിയം, എന്തോ? മറിയത്തിന്റെ സ്കൂളിനെ പറ്റി ഒന്ന് പറയാം. ഞാൻ പഠിക്കുന്ന സ്കൂളിന്റെ പേര് ഹോളി ഫാമിലി ഇന്റർനാഷണൽ സ്കൂൾ എന്നാണ്. ഇളങ്ങോയിലാണ്. LKG മുതൽ ഞാൻ അവിടെയാണ് പഠിക്കുന്നത്. ഞങ്ങളുടെ ഇടവക അച്ഛനായ റെവറൻഡ് ഫാദർ സണ്ണി മണിയാക്കുബാരയാണ് അച്ഛനാണ് സ്കൂൾ പണിതത്. അച്ഛന് വലിയൊരു ചലഞ്ചായിരുന്നു ഞങ്ങളുടെ ഗ്രാമത്തിൽ, ഒരു കുഞ്ഞു ഗ്രാമത്തിൽ ഇത്രയും വലിയ സ്കൂളൊക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത്. ICSE സിലബസ് ആണ്. അപ്പം അതിന് 2 വർഷം മുമ്പ് അഫിലിയേഷൻ കിട്ടി. അപ്പം എല്ലാ സജ്ജീകരണങ്ങളും ഉള്ള ഒരു സ്കൂളാണ്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അങ്ങനെ ഒരു സ്കൂളിൽ പഠിക്കാൻ പറ്റിയത്. അച്ഛന്റെ തന്നെ, നിങ്ങളുടെ നാട്ടുകാരുടെ അധ്വാനം. അതെ. അവിടുത്തെ ഫസ്റ്റ് ബാച്ചാണോ SSLCയുടെ ബാച്ച്? അല്ലല്ല. ഇപ്പൊ എത്രാമത്തെ ബാച്ചാണ്? ഇപ്പൊ 2ാമത്തെ ബാച്ചാണ്. 2ാമത്തെ ബാച്ച്. തീർച്ചയായിട്ടും SSLCക്ക് പഠിക്കുമ്പോൾ ഇപ്പൊ വളരെയധികം ടെൻഷൻ ഉണ്ടോ എക്സാമിനെ പറ്റി ഓർത്ത്? ഇല്ല, ഇപ്പൊ ഇല്ല. എങ്ങനെയാണ് മോളുടെ ഒരു പഠിത്തത്തിന്റെ ഒരു രീതി? A+ സ്കോർ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അതിനുവേണ്ടി സിസ്റ്റമാറ്റിക് ആയിട്ട് ഇപ്പൊ പഠിച്ചു തുടങ്ങിയോന്നാ ഞാൻ ചോദിച്ചത്. പഠിച്ചു തുടങ്ങി. എങ്ങനെയാണ്? രാവിലെ ഇരുന്ന് പഠിക്കുന്ന ശീലമാണോ? രാത്രി കൂടുതൽ നേരം ഇരുന്ന് പഠിക്കുകയാണോ? എങ്ങനെയാണ്? ഇല്ല, രാത്രി 10:30 വരെ പഠിക്കും. രാവിലെ 5 മണി തൊട്ട്. അമ്മ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? അമ്മ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അമ്മ രാവിലെ കാപ്പി ഇട്ട് തന്നും ഭക്ഷണം കറക്റ്റ് സമയത്ത് തന്ന് അല്ലേ? SSLCക്ക് A+ എല്ലാ വിഷയത്തിനും വേണം എന്നവർ നിർബന്ധിക്കാറുണ്ടോ? ഉണ്ട്. നിർബന്ധിക്കല്ല, അവര് പറഞ്ഞിട്ടുണ്ട് 90% കൂടുതൽ മേടിക്കണം, അതിനായി പരിശ്രമിക്കണം, പിന്നെ ബാക്കിയെല്ലാം എന്റെ കഴിവ് പോലെ. ഓക്കെ, അങ്ങനെയല്ലേ? അല്ലാതെ ഇത് A+ വാങ്ങിച്ചേ പറ്റൂ എന്നവർ പറയുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഭാഗ്യം ചെയ്ത കൊച്ചാണ് അല്ലേ? പക്ഷെ നമ്മൾ വാങ്ങിക്കും, നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ മറിയം ജോസഫിനുള്ള 4ാമത്തെ ചോദ്യം. രോഗി ലേപനത്തെക്കുറിച്ചുള്ള പരാമർശം ഒരു സവിശേഷതയായിട്ടുള്ളത് ആരുടെ ലേഖനത്തിലാണ്? രോഗി ലേപനത്തെക്കുറിച്ചുള്ള പരാമർശം ഒരു സവിശേഷതയായിട്ടുള്ളത് ആരുടെ ലേഖനത്തിലാണ്? ഓപ്ഷൻ A യാക്കോബിന്റെ, ഓപ്ഷൻ B പൗലോസിന്റെ, ഓപ്ഷൻ C യോഹന്നാന്റെ, ഓപ്ഷൻ D പത്രോസിന്റെ. ആരുടെ ലേഖനത്തിലാണ്? യാക്കോബ്, പൗലോസ്, യോഹന്നാൻ, പത്രോസ്. ഓപ്ഷൻ A യാക്കോബിന്റെ ലേഖനത്തിൽ. ഓപ്ഷൻ A യാക്കോബിന്റെ. വീണ്ടും ഒരു കറക്കിക്കുത്താണോ? ലോക്ക് ചെയ്യട്ടെ? ലോക്ക് ചെയ്യാം. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ A യാക്കോബിന്റെ. ദൈവാനുഗ്രഹം കൂടെയുണ്ട് എന്നുള്ള ആത്മവിശ്വാസം. വായിച്ചതായിട്ട് ഓർമ്മയില്ല, പക്ഷെ യാക്കോബിന്റെ എന്നാണ് ദൈവം മനസ്സിൽ കാണിച്ചു തന്നത്. അതിലേക്ക് അങ്ങ് ഉറച്ചു നിന്നു. ശരിയല്ലേ? അതെ. അറിയാം നമുക്ക്. കമ്പ്യൂട്ടർ പ്ലീസ് ഓപ്ഷൻ A യാക്കോബിന്റെ ഇസ് ദ റൈറ്റ് ആൻസർ. ഹാർഡ് വർക്കും ദൈവാനുഗ്രഹവും രണ്ടും സമാസമം വരണം അല്ലേ? അതെ. എക്സാമിന് ഇങ്ങനെ എഴുതി കളയാം എന്നങ്ങ് വിചാരിച്ചു കളയരുത്. ഓക്കെ, എന്റെ പാതി ഞാൻ ചെയ്യണം അല്ലേ? ബാക്കി ദൈവം. അപ്പൊ ഹാർഡ് വർക്ക് ചെയ്യുക. ഭാഗ്യം എന്തായാലും മോളുടെ കൂടെ ഉണ്ടെന്ന് നമുക്കിപ്പോൾ ഉറപ്പായി കഴിഞ്ഞു. ദൈവാനുഗ്രഹം, അച്ഛന്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും കൂടെ വന്നിരിക്കുന്നവരുടെയും പ്രാർത്ഥന അല്ലേ? അതിങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. എനിഹോ, നമുക്ക് സിൽവർ റൗണ്ടിലെ സ്കോർ അറിയാം. ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. സിൽവർ റൗണ്ടിലെ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ദ ഫൈനൽ ക്വസ്റ്റ്യന് മറിയം ജോസഫ് നൽകിയ ഉത്തരം കറക്റ്റ് ആണ്. സോ ഈ ക്വസ്റ്റ്യന് മറിയം ജോസഫിന് ലഭിക്കുന്നു 10 പോയിന്റ്സ്. സിൽവർ റൗണ്ടിലെ 4 ചോദ്യങ്ങളും ശരിയായതുകൊണ്ട് 10 പോയിന്റ്സ് ബോണസ് പോയിന്റ്സ് ലഭിക്കുന്നു. ആൻഡ് സിൽവർ റൗണ്ടിൽ മറിയം ജോസഫിന് ലഭിക്കുന്ന ടോട്ടൽ പോയിന്റ്സ് 50 പോയിന്റ്സ്. കാനാൻ ദേശം സീസൺ 2 ന്റെ ഈ വിശാലമായ ലോകത്തിലേക്ക് കടന്നുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു.
ഉണ്ടെങ്കിൽ ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് ശരിയുത്തരം SMS വഴിയോ ഇമെയിൽ വഴിയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: കാലിടറിയവരെ നിന്റെ വാക്കുകൾ താങ്ങി നിർത്തി ദുർബല പാദങ്ങൾക്ക് നീ കരുത്തു പകർന്നു. ആരുടെ വാക്കുകളാണിവ? ചോദ്യം ഒരിക്കൽ കൂടി: കാലിടറിയവരെ നിന്റെ വാക്കുകൾ താങ്ങി നിർത്തി ദുർബല പാദങ്ങൾക്ക് നീ കരുത്തു പകർന്നു. ആരുടെ വാക്കുകളാണിവ? ശരിയുത്തരം SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ kanandeshan@gmail.com. മറിയത്തിന്റെ പപ്പായെ പറ്റി പറഞ്ഞു. പേരൊന്നുകൂടെ പറയുമോ? ജോസഫ്. ജോസഫ് എബ്രഹാം. പപ്പായെ മിസ് ചെയ്യുന്നുണ്ടോ മോക്ക്? ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എത്ര വർഷമായി പപ്പ വിദേശത്ത്? പപ്പ 7 വർഷമായി വിദേശത്ത് പോയിട്ട് 3 മാസം മുമ്പ് നാട്ടിലുണ്ടായിരുന്നു. മറിയത്തിന്റെ ഈ ദൈവാനുഗ്രഹത്തിന്റെ പിന്നിൽ പപ്പായുടെ റോൾ എങ്ങനെയാ? പപ്പ നല്ലപോലെ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. പപ്പ നല്ല പ്രോത്സാഹനമായിരുന്നു ഇങ്ങോട്ട് വരാനല്ല. നല്ലപോലെ പഠിക്കണം, ഒത്തിരി പ്രോത്സാഹിപ്പിച്ചു എന്നെ. എല്ലാ ദിവസവും വിളിക്കാറുണ്ടോ? എല്ലാ ദിവസവും വിളിക്കും. സ്കൈപ്പിലോ വല്ലതും കാണാറുണ്ടോ പപ്പയുമായിട്ട്? മീറ്റ് ചെയ്യാറുണ്ട്. മീറ്റ് ചെയ്യാറുണ്ട്. അപ്പോ മറിയത്തിന്റെ പ്രിയപ്പെട്ട പപ്പായ്ക്ക് ഒരു ഹായ് പറയണമെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. പറഞ്ഞോളൂ. പപ്പ ഹായ്. അപ്പോൾ മറിയത്തിന്റെ പപ്പ വിദേശത്തിരുന്ന് ഈ പ്രോഗ്രാം കാണുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട് മോളുടെ ദൈവാനുഗ്രഹത്തിൽ ഊന്നിയുള്ള ഈ യാത്ര. അപ്പോൾ കാനാൻ ദേശത്തിന്റെ അടുത്ത റൗണ്ടിലേക്ക് പോകാം. കാനാൻ ദേശം സീസൺ 2, ദ നെക്സ്റ്റ് റൗണ്ട്, ഗോൾഡൻ റൗണ്ട്. നമ്മുടെ ഗോൾഡൻ റൗണ്ട്. ഗോൾഡൻ റൗണ്ടിലും 4 ചോദ്യങ്ങൾ. 4 ചോദ്യത്തിനും 10 പോയിന്റ്സ്. 2 ചോദ്യങ്ങൾക്ക് അടുത്ത തെറ്റായെങ്കിൽ ഇവിടെയും 10 പോയിന്റ്സ് മൈനസ്. 4 ചോദ്യങ്ങൾ റൈറ്റ് ആയിട്ട് പറഞ്ഞാൽ 10 പോയിന്റ്സ് ബോണസ് ലഭിക്കും. അതുപോലെ ഇവിടെ ഓപ്ഷൻസ് ഉണ്ടാവില്ല. മറിച്ച് മുമ്പിലിരിക്കുന്ന ബൈബിൾ ലൈഫ് ലൈൻ യൂസ് ചെയ്ത് ആൻസർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 5 പോയിന്റ്സ് മൈനസ് ആവും. റെഡിയല്ലേ? റെഡിയാ. പോകാം ഗോൾഡൻ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക്. മറിയം ജോസഫിനുള്ള ഗോൾഡൻ റൗണ്ടിലെ ആദ്യ ചോദ്യം. ജായിറോസിന്റെ വീട്ടിലേക്ക് യേശു കൂടെ കൊണ്ടുപോയ ശിഷ്യന്മാർ ആരെല്ലാമാണെന്നാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത്? ജായിറോസിന്റെ വീട്ടിലേക്ക് യേശു കൂടെ കൊണ്ടുപോയ ശിഷ്യന്മാർ ആരെല്ലാമാണെന്നാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത്? ജായിറോസിന്റെ ഭാഗം വായിച്ചിട്ടുണ്ടല്ലോ. ഏതൊക്കെ ശിഷ്യന്മാരെയാണ്? 1 മിനിറ്റിൽ ആൻസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മോൾക്ക് ലൈഫ് ലൈൻ യൂസ് ചെയ്യാം. ലൈഫ് ലൈൻ തീരുമാനിച്ചു. റെഡിയല്ലേ? റെഡിയാ. ജൈറോസിന്റെ വീട്ടിലേക്ക് യേശു കൂടെ കൊണ്ടുപോയ ശിഷ്യന്മാർ ആരെല്ലാമാണെന്നാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ? seconds remaining. കിട്ടിയോ? പറഞ്ഞോ. പത്രോസും യാക്കോബും യോഹന്നാനും. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. റൈറ്റ് ആൻസർ. ലാസ്റ്റ് മൊമെന്റിലാണ് കിട്ടിയതല്ലേ? ഈ ജൈറോസിന്റെ അടുത്തേക്ക് യേശു പോകുന്നതിന് മുമ്പ് ഒരു സുഖപ്പെടുത്തൽ നടക്കുന്നുണ്ട്. അതാരെന്ന് പറയാമോ? രക്തസ്രാവകാരി. അത് വായിച്ചോ മോളിപ്പോ? വായിച്ചു. അത് അതിനുശേഷമാണ് മുമ്പോട്ട് പോകുന്നത് അല്ലേ? അങ്ങനെ ജൈറോസിന്റെ വീട്ടിലെത്തുമ്പോൾ മകൾ മരിച്ചുപോയി എന്നാണ് അറിയുന്നത്. അവിടെ യേശു മുറിക്കകത്ത് കയറി എഴുന്നേൽപ്പിക്കുകയാണ്. അവൾ ഉറങ്ങുകയാണെന്ന് യേശു പറഞ്ഞപ്പോൾ അവിടെയുള്ളവർ പരിഹസിച്ച് ചിരിച്ചു. അപ്പോൾ അകത്ത് വന്ന് യേശു അവളോട് എന്താ പറഞ്ഞെന്നറിയാമോ? ഒരു പ്രത്യേക വാക്ക് അവിടെ പറയുന്നുണ്ട്. അറിയില്ല. മകളെ എഴുന്നേൽക്കുക എന്നർത്ഥം വരുന്ന ഒരു വാക്ക് പറയുന്നുണ്ട്.
ഉണരുകയോ. അതെ, അത് ഒരു പ്രത്യേക വാക്ക് പറയുന്നുണ്ട്. ഓർക്കാൻ പറ്റുന്നുണ്ടോ? തലീതാക്കും എന്ന ഒരു വാക്യം പറഞ്ഞിട്ടാണ് ഈശോ അവളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്, അല്ലെ, മരണത്തിൽ നിന്ന്. എനിഹൗ, റൈറ്റ് ആൻസർ ആണ് ഗോൾഡൻ റൗണ്ടിൽ ഫസ്റ്റ് ചോദ്യം കഴിയുമ്പോൾ. നമുക്ക് സ്കോർ അറിയാം. ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. ഗോൾഡൻ റൗണ്ടിലെ ദ ഫസ്റ്റ് ക്വസ്റ്റിന് മറിയം ജോസഫ് ലൈഫ് ലൈൻ ഉപയോഗിച്ചിട്ടുണ്ട്. സോ ഈ ക്വസ്റ്റിന് ലഭിക്കുന്നു 5 പോയിന്റ്സ്. അപ്പോൾ ഗോൾഡൻ റൗണ്ട് ആദ്യ ചോദ്യം വിജയകരമായി കഴിഞ്ഞിരിക്കുന്നു. മോളുടെ സ്കൂളിൽ പഠനത്തോടൊപ്പം വേറെ ഏതെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ട്? എന്താണ്? ഞാൻ അവിടെ സ്കൂളിൽ 4P എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ എല്ലാ കുട്ടികൾക്കും 2 ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് വയലിൻ ആണ്. വയലിൻ? അപ്പം 3 വർഷമായി ഞാൻ വയലിൻ പഠിക്കുന്നുണ്ട്. വെസ്റ്റേൺ മ്യൂസിക് ആണ്. വെസ്റ്റേൺ മ്യൂസിക് പഠിക്കുന്നു. 3 വർഷമായിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ വായിക്കാറായി? വായിക്കാറായി. എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ വായിച്ചു തുടങ്ങിയോ? ഇല്ല, പ്രോഗ്രാമിനൊന്നും വായിച്ചു തുടങ്ങിയിട്ടില്ല. അതോ SLC എക്സാം പ്രമാണിച്ച് കുറച്ച് നാളത്തേക്ക് വയലിൻ മാറ്റി വെച്ചിരിക്കുകയാണ്? ഇല്ലില്ല, എല്ലാ ബുധനാഴ്ചയും ഞാൻ കൊണ്ട് ക്ലാസ്. ഒരിക്കലും അത് മാറ്റി വെക്കരുത്. കാരണം മ്യൂസിക് നമുക്ക് ഒരു എന്താ പറയാ, നമ്മളെ വീണ്ടും പ്രചോദിപ്പിക്കും, വീണ്ടും പഠിക്കാനും കോൺസെൻട്രേഷൻ തരാനും, അല്ലെ? ആ മടുപ്പിൽ നിന്നൊന്ന് കരകയറാനും ഒക്കെ മ്യൂസിക് വളരെയധികം മാജിക്കുകൾ ചെയ്യും. സോ അത് നിർത്തുമൊന്നും വേണ്ട, അതൊരു സൈഡിൽ കൂടെ എങ്ങനെ പോകട്ടെ. എക്സാം കുറച്ചുകൂടെ പ്രോമിനന്റ് ആയിട്ട് ഒരു സൈഡിൽ കൂടെ പോകട്ടെ, അല്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഭാവിയിലെ ഒരു വയലിൻ കൺസേർട്ട് നടത്താൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് മോള് വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. റെഡി? കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ മറിയം ജോസഫിനുള്ള രണ്ടാമത്തെ ചോദ്യം. ജോഷയുടെ മരണത്തിന് ശേഷം ഇസ്രായേൽ ഗോത്രങ്ങളെ ബാഹ്യ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കാൻ ദൈവം നിയോഗിച്ചിരുന്നവർ ആര്? ജോഷയുടെ മരണത്തിന് ശേഷം ഇസ്രായേൽ ഗോത്രങ്ങളെ ബാഹ്യ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കാൻ ദൈവം നിയോഗിച്ചിരുന്നവർ ആര്? ആലോചിച്ചു നോക്കൂ. ജോഷുവ മരിച്ചിരിക്കുന്നു. അതിനുശേഷം ദൈവം കുറച്ച് ആൾക്കാരെ തിരഞ്ഞെടുത്തു. ന്യായാധിപന്മാർ. ചോദിക്കട്ടെ? ഡൗട്ടുണ്ടോ? ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ന്യായാധിപന്മാർ ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഗോൾഡൻ റൗണ്ടിൽ രണ്ടാമത്തെ ചോദ്യം ന്യായാധിപന്മാർ ആമുഖത്തിലാണ് ഈ ഭാഗം പറയുന്നത്, അല്ലേ? അതായത് കാനാൻ ദേശത്ത് ഇസ്രായേൽ ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. ജോഷുവയുടെ മരണത്തിന് ശേഷം അവരെ മറ്റു ഗോത്രങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരാണ് ന്യായാധിപന്മാർ. സാധാരണ ന്യായാധിപന്മാരെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക എന്താണ്? ന്യായം നടത്തുന്നവർ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. മറ്റുള്ള ഗോത്രത്തിന്റെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ യുദ്ധവീരന്മാരായിട്ടാണ് ഇവിടെ ന്യായാധിപന്മാരെ പ്രതിപാദിക്കുന്നത് ഈ ഭാഗത്ത്, അല്ലേ? വായിച്ചിട്ടുണ്ടോ അവിടെ? വായിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ റൈറ്റ് ആൻസർ. സ്കോറിലേക്ക് പോകാം. ഷാലറ്റ് പ്ലീസ്. ഗോൾഡൻ റൗണ്ടിലെ സെക്കൻഡ് ക്വസ്റ്റിന് മറിയം ജോസഫ്, യു ആർ ഗെറ്റിംഗ് 10 പോയിന്റ്സ്. അപ്പോൾ മറിയം സിൽവർ റൗണ്ടിൽ 50 പോയിന്റ്സ്. ഗോൾഡൻ റൗണ്ടിൽ ആദ്യത്തെ 2 ചോദ്യങ്ങളും വിജയകരമായി പൂർത്തിയായിരിക്കുന്നു. അങ്ങനെ സ്റ്റഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആത്മവിശ്വാസം തോന്നുന്നുണ്ടല്ലേ? തോന്നുന്നുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ തിടുക്കമായോ? ഇല്ല. വേണ്ടേ? വേണം. അതല്ലേ അടുത്ത് പോകേണ്ടത്? നമുക്ക് ചോദിക്കാം. റെഡിയല്ലേ? റെഡിയാ. കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ മറിയം ജോസഫിനുള്ള മൂന്നാമത്തെ ചോദ്യം. ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഫലമേൽപ്പിച്ചത് ആരെയാണെന്നാണ് വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്? ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഫലമേൽപ്പിച്ചത് ആരെയാണെന്നാണ് വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു? വിശുദ്ധ പൗലോസിന്റെ ലേഖനം. ആൻസർ അറിയില്ലെങ്കിൽ ലൈഫ് ലൈൻ യൂസ് ചെയ്യാം. നമുക്ക് തീരുമാനിക്കാം.
ലൈഫ് ലൈൻ റെഡിയല്ലേ? റെഡിയാ. പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം. seconds remaining. ടൈമോളെ അവിടെ വായിച്ചിരുന്നോ? അവിടെ വരെ എത്തിയിരുന്നോ? ഇല്ല, അവിടെ വരെ എത്തിയില്ല. റോമ ഏത് ഭാഗമാണ് വായിച്ചത്? ഞാൻ ആമുഖമാണ്. ആമുഖം. നമുക്ക് ചോദിക്കാം, റൈറ്റ് ആൻസർ ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. യഹൂദരെ ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ 3 ചോദ്യങ്ങൾ ഗോൾഡൻ റൗണ്ടിൽ കഴിഞ്ഞിരിക്കുന്നു. ലാസ്റ്റ് ചോദ്യം മിസ്സായിരിക്കുന്നു. നമുക്ക് സ്കോർ അറിയാം. ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. ഗോൾഡൻ റൗണ്ടിലെ 3rd ക്വസ്റ്റിന് അൺഫോർച്ചുനേറ്റ്ലി മറിയം ജോസഫിന് ഉത്തരം പറയാൻ സാധിച്ചില്ല. സോ ഈ ക്വസ്റ്റിന് നോ പോയിന്റ്സ്. അപ്പോൾ വളരെ സ്റ്റഡി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. ഇവിടെ നമുക്ക് 3ാമത്തെ ചോദ്യം ഗോൾഡൻ റൗണ്ടിൽ ചെറിയ സാരമില്ല അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതിനു മുമ്പ് മോളുടെ വേദപാഠ ക്ലാസ്, അതിനെപ്പറ്റി എന്നോടൊന്നും പറഞ്ഞില്ല. ഞങ്ങളുടെ പള്ളിയുടെ ഇടവകയുടെ പേര് ഹോളി ക്രോസ് ചർച്ച് എന്നാണ്. ഞങ്ങളുടെ വേദപാഠ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന ഞങ്ങളുടെ കൊച്ചച്ഛനായ റെവറൻ ഫാദർ തോമസ് കണ്ടംപ്ലാക്കലാണ്. അച്ഛനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ പിള്ളേരോട് കൂടെ സഹകരിക്കുകയും പിള്ളേർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു നൽകുകയൊക്കെ ചെയ്യും. കുർബാന കഴിഞ്ഞ് ഞങ്ങൾക്കൊരു അസംബ്ലി ഉണ്ട്. അപ്പം അസംബ്ലിക്ക് കുട്ടികൾ അവരുടെ വിശുദ്ധരെ പറ്റി പഠിക്കുകയും ചെയ്യണം. നമ്മളെപ്പോഴും 4ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ നമ്മള് നമസ്കാരങ്ങളൊന്നും അധികം നോക്കാറില്ല. അപ്പം അച്ഛനൊരു നിർബന്ധമുണ്ട്. അസംബ്ലിക്ക് അച്ഛൻ ആരെയും ഒക്കെ വിളിച്ച് ചോദിക്കും, കൊന്ത ചെല്ലുക, രഹസ്യങ്ങൾ ചെല്ലുക, അങ്ങനെ. അപ്പം പിള്ളേർക്കെല്ലാം അതിലോട്ട് പഠിക്കാൻ കൂടുതലൊരു താല്പര്യമുണ്ടാവും. സാധാരണ നമ്മുടെ ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നമസ്കാരങ്ങളങ്ങ് മറക്കുകയാണ് പതിവ് അല്ലേ? അതിന് പകരം എല്ലാ ദിവസവും അപ് ടു ഡേറ്റ് ആയിട്ട് അല്ലെ മെമ്മറൈസ് ചെയ്ത് നിർത്താൻ വേണ്ടി അച്ഛന്റെ ഒരു താല്പര്യം. അവിടെ വേദപാഠ ക്ലാസ്സിൽ എല്ലാവരോടും പറഞ്ഞിട്ടാണോ വന്നിരിക്കുന്നത് ഈ മത്സരത്തിന് വരുന്ന കാര്യം? അറിയാമോ അവിടെ എല്ലാവർക്കും? എല്ലാവരോടും പറഞ്ഞിട്ടില്ല, അച്ഛന്മാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അച്ഛന്മാർ രണ്ടുപേരും പ്രോഗ്രാം കാണുന്നുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലെ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ മറിയം ജോസഫിനുള്ള 4ാമത്തെ ചോദ്യം. കർത്താവിനുള്ള ദഹനബലികളിൽ ഏറ്റവും വിശുദ്ധമായത് ഏത് ബലിയാണെന്നാണ് ലേവ്യരുടെ പുസ്തകത്തിൽ പറയുന്നത്? കർത്താവിനുള്ള ദഹനബലികളിൽ ഏറ്റവും വിശുദ്ധമായത് ഏത് ബലിയാണെന്നാണ് ലേവ്യരുടെ പുസ്തകത്തിൽ പറയുന്നത്? ഏത് ബലിയാണ്? ആൻസർ വരുന്നുണ്ടെങ്കിൽ പറഞ്ഞു. ഗോൾഡൻ റൗണ്ടാണ്. ലൈഫ് ലൈൻ യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ലൈഫ് ലൈൻ കർത്താവിനുള്ള ദഹനബലികളിൽ ഏറ്റവും വിശുദ്ധമായത് കിട്ടിയോ? പറഞ്ഞോളൂ. ധാന്യബലി. ചോദിക്കാം കമ്പ്യൂട്ടറിനോട്. കമ്പ്യൂട്ടർ പ്ലീസ്.
ധാന്യബലി റൈറ്റ് ആൻസർ. ബൈബിൾ നോക്കുന്നതിന് മുമ്പ് വന്നിരുന്നോ ഈ ആൻസർ മനസ്സിൽ? പക്ഷെ അത്ര ഉറപ്പില്ലായിരുന്നു, തോന്നിയില്ല പറയാൻ. എനിഹൗ 4 ചോദ്യങ്ങൾ. ധാന്യബലി ലേവ്യരുടെ പുസ്തകം 2:10 അല്ലേ? എല്ലാ ബലിയോടും കൂടി ഒരു വസ്തു ചേർക്കണം എന്ന് പറയാറുണ്ട് ബൈബിളിൽ, പറയുന്നുണ്ട്. എന്താണെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ വായിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ഒന്ന് പഠിക്കാൻ വേണ്ടി ചോദിച്ചതാണ്. എല്ലാ ബലിവസ്തുവിന്റെ കൂടെയും എന്ത് ചേർക്കണമെന്നാ പറയാ? വളരെ സിമ്പിൾ ആണ്. നമ്മളെല്ലാ കറികളുടെ കൂടെയും ചേർക്കുന്ന സാധനം ഉപ്പ്. ധാന്യം പല ധാന്യങ്ങളുണ്ടല്ലോ, ഉപ്പാണ് ചേർക്കണമെന്ന് പറയുന്നത് ആ ഭാഗത്ത്. ഇനി വായിക്കുമ്പോൾ വായിച്ചു നോക്കൂ. ഓക്കെ, അപ്പോൾ ഗോൾഡൻ റൗണ്ടിൽ 4 ചോദ്യങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. സ്കോർ ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. ഗോൾഡൻ റൗണ്ടിലെ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ദ ഗോൾഡൻ ക്വസ്റ്റ്യന് മറിയം ജോസഫ് ലൈഫ് ലൈൻ ഉപയോഗിച്ചിട്ടുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ ലഭിക്കുന്നു 5 points. ആൻഡ് ഗോൾഡൻ റൗണ്ടിൽ മറിയം ജോസഫിന് ലഭിക്കുന്ന ടോട്ടൽ പോയിന്റ്സ് 20 points. സിൽവർ റൗണ്ടിൽ 50 points. ആൻഡ് ഇതുവരെയുള്ള മറിയം ജോസഫിന്റെ പോയിന്റ് നില 70 points. മറിയം, 2 റൗണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അതിനു മുമ്പ് ഇന്നത്തെ യങ് ജനറേഷൻ അതിന്റെ ഒരു ഭാഗമാണല്ലോ. സോഷ്യൽ മീഡിയകളിൽ വളരെയധികം സജീവമാണ്. ഫേസ്ബുക്ക്, വാട്സാപ്പ്, ട്വിറ്റർ, അതിലൊക്കെ ഉണ്ടോ? ഞാൻ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഉണ്ട്. മോളുടെ തന്നെ ഇൻഡിപെൻഡന്റ് പ്രൊഫൈൽ? അല്ല, വാട്സാപ്പില് ഞങ്ങൾ ഫാമിലി എല്ലാവരും. ഫാമിലി. ഫേസ്ബുക്ക് ഇൻഡിപെൻഡന്റ്. ഓക്കെ, എങ്ങനെ പോകുന്നു ഫേസ്ബുക്ക്? ബന്ധുക്കളുമായിട്ട് വർത്താനം പറയും, അത്ര തന്നെ. അമ്മയുടെ മോളുടെ ഫേസ്ബുക്ക് പേജുകൾ ഷെയർ ചെയ്യാറുണ്ടോ? അമ്മയെ കാണിക്കാറുണ്ടോ? അങ്ങനെ എപ്പോഴൊന്നും ഞാൻ നോക്കാറില്ല. ഞാൻ അങ്ങനെ ചോദിക്കാൻ പാടില്ല, എങ്കിലും ചോദിച്ചതാണ്. കാരണം ഇന്ന് കാണുന്ന പല പ്രശ്നങ്ങളും യുവജനങ്ങൾ അത്രമാത്രം അത് ഒബ്സർവ് ചെയ്തിട്ടുണ്ടെന്നറിയില്ല. ഈയിടെ അടുത്ത ദിവസങ്ങളിൽ തന്നെ പത്രത്തിൽ കണ്ട ഒരു ചാറ്റ് ചെയ്ത ആളെ തപ്പി ഒരു പെൺകുട്ടി പുറപ്പെട്ടു പോരുകയാണ്. വീടും വീട്ടുകാരെയും എല്ലാം ഉപേക്ഷിച്ച് വന്നിട്ട് വരുമ്പം നമ്മുടെ ആൾ ഒരു ചീറ്റിംഗ് കേസിൽ കോടതിയിലാണ്. പോലീസ് അവിടെ നിന്നാണ് അയാളെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പം ചാറ്റിംഗിലൂടെ വരുന്ന മധുരഭാഷണങ്ങൾ, ഞാൻ മുമ്പ് പറഞ്ഞ, നമ്മൾ ആദ്യം എപ്പിസോഡ് തുടങ്ങിയപ്പോൾ പറഞ്ഞ ആ ഭാഗത്തിലേക്ക് ഞാൻ വരികയാണ്. കാരണം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ആരാണ് ഒരു വളരെ ഇന്നസെന്റ് ആയിട്ട് നമുക്ക് തോന്നാമെങ്കിലും ഒരു ചെറിയ ഡൗട്ട് അടിക്കുമ്പോൾ അത് നമ്മുടെ പേരൻസിനോട് നമ്മൾ ഷെയർ ചെയ്യണം. ചെയ്താൽ ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക്, ഞാനിത് പറയുന്നത് മോളോട് മാത്രമല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മോളുടെ പ്രായത്തിലുള്ള ഒത്തിരി കുട്ടികളോടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. കാരണം ആരും അറിയില്ല ആ സമയത്ത്. കാരണം ഞാൻ പറഞ്ഞ ടീനേജ് പ്രായത്തിലുണ്ടാവുന്ന ഒരു പേരൻസിനോടുള്ള ഒരു അകൽച്ച. എന്ത് ചെയ്താലും ഈ അമ്മയ്ക്ക് ഉപദേശം മാത്രമേ ഉള്ളൂ, എന്ത് ചെയ്താലും അമ്മ എന്നെ പഠിക്കാൻ പറയത്തുള്ളൂ, ടി വി കാണാൻ സമ്മതിക്കത്തില്ല. അമ്മമാരുടെ ആദ്യയെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല. അമ്മമാർ ആ സമയത്ത് മക്കളുടെ റിയാക്ഷൻ അവരും മനസ്സിലാക്കുന്നില്ല. ഈ പ്രായമാണ്, ടീനേജാണ്, എന്ത് കണ്ടാലും എതിർക്കുന്ന ഒരു പ്രായമാണെന്ന് അമ്മമാരും ചിന്തിക്കാത്ത ഒരവസ്ഥയിൽ രണ്ടുപേരും തമ്മിലൊരു വലിയ ഗ്യാപ്പ് ഉണ്ടായി പോവുകയാണ്. രണ്ടുപേരും ബോധപൂർവ്വം ആ ഗ്യാപ്പ് അടുപ്പിച്ചുകൊണ്ട് വന്നാൽ മാത്രമേ ഒരു നല്ല പേരന്റിങ്ങും നല്ല കുട്ടികളും, അല്ലേ, അങ്ങനെ പോകണം. കൂട്ടുകാരുടെ ഇടയിൽ ആ ഡിസ്കഷൻ വീണ്ടും ഉണ്ടാവട്ടെ. നമുക്ക് പോകാം അടുത്ത റൗണ്ടിലേക്ക്. കനഡദേശം സീസൺ 2 ദ ലാസ്റ്റ് റൗണ്ട്, ഡയമണ്ട് റൗണ്ട്. മറിയം, ഡയമണ്ട് റൗണ്ട് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഡയമണ്ട് റൗണ്ടാണ്. മാക്സിമം പോയിന്റ് സ്കോർ ചെയ്യാവുന്ന റൗണ്ട്. 4 ചോദ്യങ്ങൾ മാത്രം. ലൈഫ് ലൈൻ യൂസ് ചെയ്ത് ആൻസർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഓരോ ചോദ്യത്തിനും 10 points ലഭിക്കുകയുള്ളൂ. മറിച്ച് ലൈഫ് ലൈൻ യൂസ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യാൻ പോവുകയാണ് എന്ന് മറിയം എടുക്കുന്ന തീരുമാനത്തിൽ ഇത് ഡയമണ്ട് റൗണ്ടായി മാറും. അങ്ങനെയെങ്കിൽ മറിയത്തിന് ഓരോ ചോദ്യത്തിനും, ആദ്യ ചോദ്യത്തിന് 20 മാർക്ക്, രണ്ടാമത്തെ ചോദ്യത്തിന് 40 മാർക്ക്, മൂന്നാമത്തെ ചോദ്യത്തിന് 80, നാലാമത്തെ ചോദ്യത്തിന് 160, അങ്ങനെ ടോട്ടൽ 300 points. എന്ത് തീരുമാനിക്കും? ഡയറക്റ്റ് റെഡിയാണ്. അപ്പോഴേ ചിന്തിക്കേണ്ട ആവശ്യമില്ല, പ്ലാൻ ചെയ്താണ് വന്നിരിക്കുന്നത്, അല്ലേ? മാക്സിമം സ്കോർ ചെയ്യണം. ദൈവാനുഗ്രഹം കൂടെയുണ്ട് എന്ന് കഴിഞ്ഞ റൗണ്ടുകളിൽ നമുക്ക് ബോധ്യമായി കഴിഞ്ഞു. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ മറിയം ജോസഫിനുള്ള ആദ്യത്തെ ചോദ്യം. ആബേലിന് പകരമായി തനിക്ക് ദൈവം നൽകിയ മകന് ആദം നൽകിയ പേരെന്ത്?
ആബേലിന് പകരമായി തനിക്ക് ദൈവം നൽകിയ മകന് ആദം നൽകിയ പേരെന്ത്? ഡയമണ്ട് റൗണ്ടാണ് ആദ്യത്തെ ചോദ്യം. ഉറപ്പായും ഉൽപ്പത്തി പുസ്തകത്തിലായിരിക്കും ഈ ഭാഗം വരിക. സേത്ത്. മറിയത്തിന്റെ മുഖത്തൊരു പുഞ്ചിരിയുണ്ട്. സേത്ത് തന്നെയാണ്. ഉറപ്പാണല്ലോ? ചോദിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്. സേത്ത് ഇസ് ദ റൈറ്റ് ആൻസർ. ഉൽപ്പത്തി 4:25. കയൻ വധിച്ച എന്റെ മകൻ ആബേലിന് പകരം ദൈവം തന്ന പുത്രൻ എന്ന് പറഞ്ഞാണ് അവനെ സ്വീകരിക്കുന്നത്, അല്ലേ? അങ്ങനെയാണ് ആ ഭാഗത്ത് പറയുക. അപ്പോൾ കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ആദ്യത്തെ ചോദ്യം വിജയകരമായി. നമുക്ക് സ്കോർ അറിയാം. പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. ഡയമണ്ട് റൗണ്ടിലെ ദ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ മറിയം ജോസഫ് നൽകിയ ഉത്തരം കറക്റ്റ് ആണ്. സോ മറിയം, യു ആർ ഗെറ്റിംഗ് 20 points. 20 points. അടുത്ത ചോദ്യം 40 pointsന്റെ ചോദ്യമാണ്. റെഡിയല്ലേ? റെഡിയാ. പോകാം. ആത്മവിശ്വാസത്തോടെ, അമ്മയുടെയും അച്ഛന്റെയും സഹോദരങ്ങളുടെയും പ്രാർത്ഥനയോടെ. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ മറിയം ജോസഫിനുള്ള രണ്ടാമത്തെ ചോദ്യം. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു എന്ന വചനം ഏത് പഴയ നിയമ ഗ്രന്ഥത്തിലാണ് ഉള്ളത്? ശ്രദ്ധിച്ചു കേൾക്കാം. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു എന്ന വചനം ഏത് പഴയ നിയമ ഗ്രന്ഥത്തിലാണ് ഉള്ളത്? നോ ടെൻഷൻ, റിലാക്സ്, ആലോചിക്കും. മനസ്സിൽ വരുന്ന ആൻസർ ഡയമണ്ട് റൗണ്ടിൽ രണ്ടാമത്തെ ചോദ്യം. സങ്കീർത്തനങ്ങൾ. ചോദിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്. സങ്കീർത്തനങ്ങൾ ഇസ് ദ റൈറ്റ് ആൻസർ. മറിയം, എന്താ ഇത്? ലാസ്റ്റ് മൊമെന്റിലാണ് ദൈവാനുഗ്രഹം. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു എൻട്രൻസ് എക്സാം എഴുതിയിരുന്നെങ്കിൽ എന്നാലോചിച്ചു പോകും, അല്ലേ? ഇത് ലാസ്റ്റ് മൊമെന്റിൽ എങ്ങനെ ഇത് വന്നിരുന്നോ? ഇത് ആദ്യം തൊട്ടേ ഇത് തന്നെയായിരുന്നു മനസ്സില്. പക്ഷെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഏതായാലും ആ 1 മിനിറ്റ് തീരാനിരുന്നപ്പോൾ കറക്റ്റ്. എനിഹോ, വെരി ഗുഡ്. നമുക്ക് ചോദിക്കാം, സ്കോർ ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. അഗൈൻ ഡയമണ്ട് റൗണ്ടിലെ സെക്കൻഡ് ക്വസ്റ്റ്യനും മറിയം ജോസഫ് നൽകിയ ഉത്തരം കറക്റ്റ് ആണ്. മറിയം ജോസഫിന് ലഭിക്കുന്നു 40 points. അങ്ങനെ ഡയമണ്ട് റൗണ്ടിൽ 2 ചോദ്യങ്ങൾ വിജയകരമായി. സങ്കീർത്തനം 69:9 ഈ ഭാഗം പറയുന്നത്, നമ്മളിപ്പം ചോദിച്ച ചോദ്യം. അപ്പോൾ 2 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്താണ് നമുക്ക് പറയാൻ തോന്നുന്നത് ഇപ്പോ? എന്റെ മാതാവ് എന്നെ സഹായിക്കുന്നുണ്ട്. മാതാവ് സഹായിക്കുന്നുണ്ട്. മാതാവിന്റെ നാമധാരിയാണ്. മാതാവ് എപ്പോഴും കൂടെയുള്ള പോലെ ഒരു ഫീലിംഗ് ഉണ്ടോ? എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടോ? വീട്ടിൽ കൊന്ത ചെല്ലാറുണ്ടോ? വീട്ടിലുണ്ട്. വീട്ടിലെ കൊന്ത ചെല്ലത്ത് എങ്ങനെയാണ് നിങ്ങൾ? വളരെയധികം ഞാനത് ചോദിക്കാൻ കാരണം പല വീടുകളിലും കൊന്ത ചെല്ലുന്നത് നമ്മൾ കാണാറുണ്ട്. ഒരു വഴിപാട് പോലെ, ഒരു നേർച്ച പോലെ എങ്ങനെയെങ്കിലും ചൊല്ലി തീർക്കുക. ഉറക്കം വന്ന് തൂങ്ങിയാണെങ്കിലും മറിഞ്ഞിട്ടാണെങ്കിലും ചൊല്ലി തീർക്കുക. അതോ ഭക്തിയോടെ കോൺസെൻട്രേറ്റ് ചെയ്ത് മാതാവിനോടുള്ള ഓരോ അർച്ചനകളായിട്ട് ഓരോ പ്രാർത്ഥനയും ഉരുവഴിക്കുന്ന പോലത്തെ ഒരു പ്രാർത്ഥന ഉണ്ടോ വീട്ടില്? ഉണ്ട്.
അതല്ലേ വേണ്ടത് ശരിക്കും, അല്ലേ? ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം നമ്മൾ വളരെ ഒരു നേർച്ച കഴിക്കുന്നത് പോലെ പ്രാർത്ഥിച്ചു പോകാതെ ഓരോ വാക്കിന്റെ അർത്ഥം അത് കുറച്ച് പാടാണ് ശരിക്കും. കാരണം ഒരേ പ്രാർത്ഥന തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതിനെ തരണം ചെയ്തുകൊണ്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചാൽ മാത്രമല്ലേ അത് നമുക്ക്, അല്ലെ, അമ്മയുടെ അടുത്തെത്തുന്നു എന്നൊരു തോന്നൽ നമുക്ക് വരിക, അല്ലെ? അപ്പം അമ്മയോട് അങ്ങനെ പ്രാർത്ഥിക്കുന്ന മറിയത്തിന്റെ പ്രാർത്ഥന അമ്മ കേട്ടിരിക്കുന്നു. അങ്ങനെ ഡയമണ്ട് റൗണ്ടിൽ 2 ചോദ്യവും അമ്മ കൂടെ നിൽക്കുകയാണ്. അങ്ങനെ ദൈവാനുഗ്രഹവും. അമ്മ കൂടെ ഉണ്ട് എന്നെങ്കിൽ അതിന്റെ അർത്ഥം ഈശോ കൂടെ ഉണ്ടെന്നുള്ളതാണ്, അല്ലെ? മകൻ കൂടെയുണ്ട്. മകൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട, നമുക്ക് എല്ലാം കൂടെയുണ്ട്. അപ്പൊ പോകാം, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റെഡിയല്ലേ? കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ മറിയം ജോസഫിനുള്ള 3ാമത്തെ ചോദ്യം. നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ച ഇസ്രയേൽ രാജാവ് ആരാണ്? നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ച ഇസ്രയേൽ രാജാവ് ആരാണ്? വിവേകമാണ് പ്രാർത്ഥിച്ചത്. സോളമൻ. ചോദിക്കട്ടെ? കമ്പ്യൂട്ടർ പ്ലീസ്. സോളമൻ ഇസ് ദ റൈറ്റ് ആൻസർ. വൺസ് അഗൈൻ വിവേകമാണ് പ്രാർത്ഥിച്ചത് എന്ന് പറഞ്ഞപ്പോഴാണ് അങ്ങനെ തോന്നിയത് സോളമൻ? അതോ അതിനു മുമ്പേ മോളുടെ മനസ്സിൽ വന്നിരുന്നു? സോളമൻ ആയിരുന്നു ആദ്യം തൊട്ടേ മനസ്സിലുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് പിന്നെ ആദ്യമേ ആൻസർ ചെയ്യാതിരുന്നത്? ആലോചിച്ചു, വീണ്ടും ഒന്നുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ചുകൂടെ, അല്ലേ? എനിഹൗ സോളമനാണ് 1 രാജാക്കന്മാർ 3:9 ഈ ഭാഗം. അപ്പം വളരെയധികം ബാലനായിരുന്നു സോളമൻ. ആ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന, ആ ഒരു പ്രായത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ധനവും കീർത്തിയും ഒക്കെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പ്രാർത്ഥിച്ചത് ബാലനായി എനിക്ക് വിവേകം തരണേന്നാണ് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനയാണ് ദൈവത്തെ സംപ്രീതനാക്കിയത്, അല്ലേ? അപ്പം ആ വിവേകം ചോദിച്ചെടുത്ത് ദൈവം എല്ലാം കൊടുക്കുകയാണ്. അളവറ്റ സമ്പത്തും എല്ലാം കൊടുക്കുകയാണ്. അപ്പം ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, ജ്ഞാനത്തിന് വേണ്ടിയുള്ള ദാഹം നമ്മളിലുണ്ടായാൽ, ചെറുപ്പകാലത്തെ ഉണ്ടായാൽ, അത് നമ്മളെ എവിടെയൊക്കെയോ എത്തിക്കും, ഇല്ലേ? ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? ആരാണ് അത് പറഞ്ഞു തന്നിരിക്കുന്നത്? അമ്മയും പപ്പയും ആണ് പറഞ്ഞു തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും. പ്രാർത്ഥിക്കണം. കാരണം പലയിടത്തും കാണാത്തിരുന്ന ജ്ഞാനത്തിന് വേണ്ടി ആരും പ്രാർത്ഥിക്കുന്നില്ല പലപ്പോഴും. ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ എല്ലാം കൂട്ടിച്ചേർക്കപ്പെടുകയാണ്, അല്ലേ? ഇവിടെ തന്നെ സോളമന്റെ പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിക്കുകയാണ്. നീ എന്നോട് അതാണല്ലോ ചോദിച്ചത്, ജ്ഞാനം, വിവേകം, ഇപ്പൊ എല്ലാം കൂട്ടിക്കൊടുക്കുകയാണ്. അപ്പോ മോള് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വന്നുകൊണ്ടാണ് ആ റൈറ്റ് ടൈമില് റൈറ്റ് ആൻസർ നമ്മുടെ നാവിൻ തുമ്പിൽ വരുന്നത്, അല്ലേ? അതാണ് ദൈവത്തിന്റെ അനുഗ്രഹം. തീർച്ചയായിട്ടും അത് മോളുടെ കൂടെ ഉണ്ട്. മോളുടെ ജീവിതത്തിൽ ഉടനീളം അതുണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. അതിനു മുമ്പ് 3ാമത്തെ ചോദ്യം കഴിഞ്ഞിരിക്കുകയാണ്. ഡയമണ്ട് റൗണ്ടിൽ സ്കോർ അറിയാം. സ്കോർ ബാങ്കിൽ ഷാലറ്റ് പ്ലീസ്. ഡയമണ്ട് റൗണ്ടിലെ 3rd ക്വസ്റ്റ്യനും മറിയം ജോസഫ് നൽകിയ ഉത്തരം കറക്റ്റ് ആണ്. സോ മറിയം, യു ആർ ഗെറ്റിംഗ് 80 points. സോ 80 points. ഡയമണ്ട് റൗണ്ടിൽ 3 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ചോദ്യം 160 പോയിന്റ് ചോദ്യം. ഈ ചോദ്യം റൈറ്റ് ആൻസർ ആണെങ്കിൽ യു വിൽ ഗെറ്റ് 300 points. ഡയമണ്ട് റൗണ്ടിൽ മാത്രം. ഒരല്പം എക്സൈറ്റഡ് ആണല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് പോട്ടെ? റെഡിയല്ലേ? കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ മറിയം ജോസഫിനുള്ള 4ാമത്തെ ചോദ്യം. ഖുർബാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? ഖുർബാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? ഡയമണ്ട് റൗണ്ടിൽ the final question and the final question for the entire episode.
ആൻസർ കിട്ടിയെന്ന് തോന്നുന്നു. പറയൂ. ഖുർബാൻ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലാണ് ഈ ഭാഗം വരുന്നത്. ടൈം ഔട്ട്. ഡയമണ്ട് റൗണ്ടിൽ ഏറ്റവും വിലയേറിയ ക്വസ്റ്റ്യൻ. കുഴപ്പമില്ല, ചോദിക്കാം, നമുക്ക് ആൻസർ അറിയാം. കമ്പ്യൂട്ടർ പ്ലീസ്. വഴിപാട്. വഴിപാട് ഇസ് ദ റൈറ്റ് ആൻസർ. വന്നിരുന്നു നമ്മളുടെ മനസ്സിൽ വഴിപാട്. ഖുർബാൻ എന്ന ഒരു വാക്ക് ആദ്യം കേൾക്കുകയാണോ? വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 7:11 വാക്യമാണ്. അവിടെയാണ് ഇത് പറയുന്നത്. വഴിപാട്, അതായത് യേശു ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ, ശിഷ്യന്മാരോടൊപ്പം പോകുമ്പോൾ ഫരിസേയരും നിയമജ്ഞരും അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. അവർ കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചു. ഓർമ്മയുണ്ടോ? ഫരിസേയർ ചോദിക്കുകയാണ്, എന്താണ് അങ്ങനെ കാണിക്കുന്നത്? പൂർവികരുടെ പാരമ്പര്യം അനുസരിച്ച് നമ്മളാരും അങ്ങനെ ചെയ്യാറില്ലല്ലോ. അപ്പോൾ ഈശോ യെശയ്യാ പ്രവാചകന്റെ ഒരു ഭാഗം ഉദ്ധരിച്ചുകൊണ്ടാണ് അതിന് മറുപടി പറയുന്നത്. നിങ്ങൾ അധരം കൊണ്ട് എന്നെ ആരാധിക്കുന്നു, പക്ഷേ നിങ്ങളുടെ ഹൃദയം എന്നിൽ നിന്നും എത്രയോ ദൂരെയാണ്. അല്ലേ? മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ട ഒരു ഭാഗത്തിലേക്കാണ് അടുത്തത് വരുന്നത്. അപ്പോൾ അവരുടെ ആചാരമനുസരിച്ച് മാതാപിതാക്കൾക്ക് ഇപ്പോൾ പറഞ്ഞ ഖുർബാൻ എന്ന് പറഞ്ഞൊരു വഴിപാട് മാത്രം ചെയ്താൽ മതി അവരുടെ പാരമ്പര്യം അനുസരിച്ച്. പക്ഷേ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് മാതാപിതാക്കളെ ബഹുമാനിക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും വേണം. അപ്പോൾ ദൈവത്തിന്റെ കൽപ്പനകളെ അവഗണിച്ച് മനുഷ്യന്റെ പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്ന ഒരു സമൂഹത്തെ ഈശോ തുറന്നു കാണിക്കുകയാണ്. അതല്ല, ദൈവം പറഞ്ഞതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് കാണിച്ചു തരുന്ന ഒരു ഭാഗത്താണ് ഈ ഖുർബാൻ എന്നുള്ള ഭാഗം വരുന്നത്. ഇനി മറക്കില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനൽ സ്കോറിലേക്ക് പോകാം. ഷാലറ്റ് പ്ലീസ്. ഡയമണ്ട് റൗണ്ടിലെ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ദ ഡയമണ്ട് ക്വസ്റ്റ്യന് അൺഫോർച്ചുനേറ്റ്ലി മറിയം ജോസഫിന് ഉത്തരം പറയാൻ സാധിച്ചില്ല. സോ ഈ ക്വസ്റ്റ്യന് നോ പോയിന്റ്സ്. ഡയമണ്ട് റൗണ്ടിൽ മറിയം ജോസഫിന് ലഭിക്കുന്ന ടോട്ടൽ പോയിന്റ്സ് 140 points. സിൽവർ റൗണ്ടിൽ 50 points. ഗോൾഡൻ റൗണ്ടിൽ 20 points. The grand total is 210 points. And congratulations, Mariam Joseph. കനാൻഡീസൻ സീസൺ 2ന്റെ ഈ വിശാലമായ ലോകത്തിലേക്ക് കടന്നുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഉണ്ടെങ്കിൽ ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് ശരിയുത്തരം SMS വഴിയോ ഇമെയിൽ വഴിയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: കാലിടറിയവരെ നിന്റെ വാക്കുകൾ താങ്ങി നിർത്തി ദുർബല പാദങ്ങൾക്ക് നീ കരുത്തു പകർന്നു. ആരുടെ വാക്കുകളാണിവ? ചോദ്യം ഒരിക്കൽ കൂടി: കാലിടറിയവരെ നിന്റെ വാക്കുകൾ താങ്ങി നിർത്തി ദുർബല പാദങ്ങൾക്ക് നീ കരുത്തു പകർന്നു. ആരുടെ വാക്കുകളാണിവ? ശരിയുത്തരം SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ kanandison@gmail.com. 210 out of 400. സന്തോഷമല്ലേ? സന്തോഷമുണ്ട്. എന്താണ് മുമ്പേ ആൻസർ പറഞ്ഞപ്പോൾ വന്ന ഒരു പുഞ്ചിരി ഇല്ലല്ലോ മുഖത്ത്? ഈ ലാസ്റ്റ് ഡയമണ്ട് റൗണ്ടിലെ ലാസ്റ്റ് ചോദ്യം ആൻസർ തെറ്റിയതിലുള്ള ഒരു വിഷമം പ്രതീക്ഷിച്ചിരുന്നു അല്ലേ? പക്ഷെ അങ്ങനെയല്ലേ നമ്മുടെ ജീവിതം. പ്രതീക്ഷിക്കുന്നതെല്ലാം നമുക്ക് ലഭിച്ചാൽ അല്ലേ? അങ്ങനെ വരും, പ്രതിസന്ധികൾ വരും, നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാം. നമ്മളുടെ അടുത്ത ലക്ഷ്യം SSLC എക്സാം ആണ്. അതിലേക്ക് കാനാൻ ദേശം ടീമിന്റെ എല്ലാ ഭാവുകങ്ങളും നേരുന്നു. 10ാം ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കരിയറിന്റെ തുടക്കം. ഇനി എന്താവാനാണ് പ്ലാൻ? എന്റെ പ്ലാൻ ഡോക്ടർ ആവാനാണ്. ഡോക്ടർ. എന്താണ് ഡോക്ടർ ആവാനുള്ള താല്പര്യം? എന്റെ പപ്പ പണ്ട് തൊട്ടേ പറയാറുണ്ടായിരുന്നു മക്കളെ എല്ലാം ജനങ്ങളെ സേവിക്കാൻ വിടണമെന്ന്. അങ്ങനെ എന്റെ ചേട്ടനെ എഞ്ചിനീയർ ആകാൻ വിട്ടു. എന്നെ ഒരു ഡോക്ടർ ആകാൻ വിടണമെന്നാണ് പപ്പയുടെ ആഗ്രഹം. അനിയനെ അച്ഛനാകാൻ വിടാനും. അപ്പൊ എനിക്ക് എന്റെ പപ്പയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം. എന്റെ ആഗ്രഹം അത് തന്നെയാണ്. അതാണ് അതിനകത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ്. മോളുടെ ആഗ്രഹം അതാണെങ്കിൽ മാത്രമേ നല്ലൊരു ഡോക്ടറെ സമൂഹത്തിന് കിട്ടുകയുള്ളൂ. അച്ഛന്റെ ആഗ്രഹം കൊണ്ട് ഡോക്ടറാവാൻ പോകുന്നവർക്ക് സേവന തൽപരത ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഡോക്ടർ ഫീൽഡ് എന്ന് പറയുമ്പോൾ അശരണരെയും ആലംബഹീനരെയും സഹായിക്കാനും ഹെൽപ്പ് ചെയ്യാനും
നമ്മുടെ സൗകര്യങ്ങൾ മാറ്റിവെച്ച്, നമ്മുടെ സമയം മാറ്റിവെച്ച് അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാനുമുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ല ഡോക്ടർ ആവാൻ പറ്റൂ. അതാവട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ ആവാൻ വേണ്ടി ഞങ്ങളുടെ കാനാൻ ദേശം ടീമിന്റെ ആശംസകൾ അറിയിക്കുന്നു. വളരെയധികം സന്തോഷം ഞങ്ങളുടെ കൂടെ വന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന്. മറിയം, കാനാൻ ദേശം സീസൺ 2 തരുന്ന ഒരു മെമന്റോയും സർട്ടിഫിക്കറ്റുമുണ്ട്. പ്ലീസ്. കാഞ്ഞിരപ്പള്ളി രൂപതയിലുള്ള എളങ്ങോയി ഇടവകയിൽ നിന്നും വന്നിരിക്കുന്ന മറിയം ജോസഫുമായുള്ള കാനാൻ ദേശം സീസൺ 2 ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം പുതിയ കണ്ടസ്റ്റന്റുമായി ഞങ്ങൾ വരുന്നതാണ്. അറിവാണ് സമൃദ്ധി, ബൈബിളാണ് അറിവ്. ഗുഡ് ബൈ. ഈശോ നിന്നോട് എന്ത് പറഞ്ഞു? ഈശോയെ നീ കണ്ടു, നിനക്ക് എന്താണ് ഉണ്ടായത്? ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറഞ്ഞാൽ വ്യാകുല മാതാവിന്റെ മടിയില് ഈശോ മരിച്ചു കിടക്കുന്ന ആ തരത്തിലായിരുന്നു അവൻ മരിക്കുന്നുണ്ടായിരുന്നു. കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ജോസാറിനുള്ള മൂന്നാമത്തെ ചോദ്യം. സ്വദേശത്തും സ്വഭവനത്തിലും അവഗണിക്കപ്പെടുന്നത് ആരാണെന്നാണ് മത്തായിയുടെ സുവിശേഷത്തിൽ യേശു പറയുന്നത്? പ്രവാചകൻ. ചോദിക്കട്ടെ? പ്രവാചകൻ. കമ്പ്യൂട്ടർ പ്ലീസ്.